ഹായ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് മെയിനായിട്ട് കവർ ചെയ്തിട്ടുള്ളത് ബേസിക് ആയിട്ടുള്ള ജോമെട്രി ഡ്രോയിങ്സിൽ ബേസിക് കമാൻഡ്സുകളായ ലൈന്, സർക്കിള്, ആർക്ക്, റെക്റ്റാങ്കിൾ, എലിപ്സ്, പോളിഗൺ എന്നുള്ള കമാൻഡ്സുകളാണ്. പിന്നീട് നമ്മൾ നോക്കിയത് മോഡിഫൈ കമാൻഡ്സുകൾ കുറച്ച് നോക്കി. അതായത് മൂവ്, കോപ്പി, റൊട്ടേറ്റ്, മിറർ, അതുപോലെ തന്നെ ട്രിമ്മ്, ഫില്ലറ്റ്, ചാംഫർ, ഓഫ്സെറ്റ്. പിന്നീട് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് സെലക്ഷൻ മെത്തേഡുകളാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ, പല പല ടൈപ്പ് ഒബ്ജക്റ്റിനെ എങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. പിക് സെലക്ഷൻ, വിൻഡോ സെലക്ഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് സെലക്ഷൻ മെത്തേഡ്സ് നമ്മൾ കവർ ചെയ്തു. പിന്നീട് നമ്മളൊരു എക്സസൈസ് ബേസിൽ സ്റ്റാറ്റസ് ബാറിലത്തെ ഒന്ന് രണ്ട് ഓപ്ഷൻസ്, ഗ്രിഡ് മോഡ്, സ്നാപ്പ് മോഡ് എന്നീ രണ്ട് മോഡുകൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലൈൻ എന്നുള്ള കമാൻഡ് പറഞ്ഞപ്പോൾ ഓർത്തോ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാറ്റസ് ബാറിൽ എന്നുള്ളത് തന്നെയാണ്. ഈ കാണുന്നതാണ് അതിൻ്റെ സിമ്പിൾ, F8 എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ലൈൻ എന്നുള്ള കമാൻഡ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് ഉള്ളൊരു എക്സസൈസാണ് ഡയറക്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറയും. ലൈൻ എന്നുള്ള കമാൻഡ് വെച്ച് യൂസ് ചെയ്യണതിൽ ഡയറക്റ്റ് എൻട്രി മെത്തേഡ്, ഡയറക്റ്റായിട്ട് വാല്യൂസ് എൻട്രി ചെയ്തിട്ട് നമുക്ക് വേണ്ട ജോമെട്രി അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഫിഗർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് വരുന്നത് ഈ ഒരു ഫിഗറാണ്. ഈ ഷേപ്പിലുള്ള ഒരു ലെറ്ററിൻ്റെ ഒരു ഷേപ്പ് ഡയറക്റ്റ് എൻട്രി മെത്തേഡ് വെച്ച് വരയ്ക്കുക. ലൈൻ എന്നുള്ള കമാൻഡ് മാത്രം യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഈ ഡ്രോയിങ് ഒന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ ഉപകാരമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നോക്കേണ്ടി വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഡയമെൻഷൻസ് മനസ്സിലാക്കി വയ്ക്കുക, മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അതായത് ഈ ഒരു ഇത് വരുന്നത് ഇപ്പോൾ 5 എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ 5,000 50,000 ഒന്നും എടുക്കരുത്. 5 എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 5 2 ദെൻ 5 നിന്ന് 2 പോയിട്ടുള്ള 3 എടുക്കുക. ദെൻ വീണ്ടും 2 1 1 1 അഗെയിൻ 2 3 2 5 ദെൻ ഇത് 1 ആണ് വരുന്നത് കേട്ടോ. 1 ദെൻ ടോട്ടൽ വരുന്നത് ഇവിടെ 9 1 1 പോയാൽ നിങ്ങൾക്ക് ഈ സെൻട്രൽ എന്ന് പറയുന്നത് 7 ആയിട്ട് വാങ്ങിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഒന്നെങ്കിൽ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഷീറ്റോ വരച്ച് വയ്ക്കുക, അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, വരയ്ക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത് പറയാം. ഓട്ടോക്യാഡിലേക്ക് വരുന്നു. നമ്മൾ നേരെ ലൈൻ എന്നുള്ള കമാൻഡിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഫിഗറിൽ എല്ലാം ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലായുള്ള ലൈൻസാണ് നിൽക്കുന്നത്. ഓക്കെ, ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കലായുള്ള ലൈൻസ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്തോ മോഡ് വെച്ചിട്ട് ഈ ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യാം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തോ മോഡ് ഓൺ ആക്കുന്നു. ഓർത്തോ മോഡ് ഓൺ ആക്കാൻ F8 എന്നുള്ള ബട്ടൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, കീബോർഡിൽ F8 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഓർത്തോ മോഡ് ഓൺ ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാറിൽ വന്നിട്ടാണെങ്കിലും അത് ഓൺ ആക്കാം. ഓക്കെ, എന്നിട്ട് ആ ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. ഓക്കെ, എവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ കറക്റ്റ് പൊസിഷൻ പറയണമെന്നില്ല, എവിടെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് വെച്ചു. എനിക്ക് വേണ്ട ഡയമെൻഷൻ ഞാൻ താഴെ നിന്നാണ് വരച്ചാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ലെങ്ത് എത്ര കൊടുക്കുന്നു, ഒരു 5 കൊടുക്കുന്നു. 5. ഓക്കെ, ഇപ്പോൾ 5 എന്നുള്ള ലൈൻ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരു ലൈൻ വെച്ചപ്പോൾ തന്നെ അവിടെ ലൈനിൻ്റെ ലെങ്ത്ത് കാണിക്കുന്നത് ഏകദേശം 1845 എന്നുള്ള റേഞ്ചൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ലൈനിൻ്റെ ഇടയിൽ 5 എന്ന് പറഞ്ഞ ഡയമെൻഷൻ വളരെ ചെറുതാവില്ലേ. അതായത് അതിനകത്ത് നമ്മൾ ഒരുപാട് സൂം ഔട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് സൂം ഇൻ ചെയ്യാം. കാരണം ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ ലൈനിൻ്റെ ലെങ്ത്ത് ഒന്ന് വെറുതെ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെറുതായി 250 റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ഒന്നും കൂടി സൂം ഔട്ട് ചെയ്യാണ്. അതായത് ഞാൻ സ്ക്രീനിൽ ഒരുപാട് അങ്ങ് സൂം ഔട്ട് ചെയ്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ സൂം ഇൻ ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പോൾ ലൈനിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കുമ്പോൾ 10 ആയിട്ട് ഓൾറെഡി ഞാൻ എന്താണ് 5ൽ വരച്ച ലൈൻ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് വല്ലാതെ സൂം ഔട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല, ചെറിയൊരു ലെങ്ത്താണ് നമ്മൾ കൊടുത്തത് 5 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല ലൈൻ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്, ഞാൻ ലൈൻ വരച്ചില്ല എന്നുള്ള കേസിൽ. ലൈൻ അവിടെ വരച്ചിട്ടുണ്ട്, ഒരു ലൈൻ 5 ലെങ്ത്തിൻ്റെ ലൈൻ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ടോപ്പിലേക്ക് വയ്ക്കുന്നു. ടോപ്പിലേക്ക് വേണ്ട ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. സോ 2 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, വീണ്ടും ലെഫ്റ്റിലേക്ക് വയ്ക്കുന്നു. എനിക്ക് വേണ്ട ഡയമെൻഷൻ 3 ആണ്. സോ 3 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, വീണ്ടും അഗെയിൻ ഞാൻ ടോപ്പിലേക്കാണ് പോകേണ്ടത്. സോ ടോപ്പിലേക്ക് വയ്ക്കുന്നു. അവിടെ വേണ്ട ഡയമെൻഷൻ 2, എൻ്റർ. ഓക്കെ, വീണ്ടും കഴ്സർ റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു. അവിടെ വയ്ക്കേണ്ട ഡയമെൻഷൻ 1 ആണ്. സോ 1 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ കമാൻഡിൽ നിന്ന് എക്സിറ്റ് ആവില്ല, സെയിം കമാൻഡ് തന്നെയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വരച്ച് പോവാണ്. മുകളിലേക്ക് അപ്പിലേക്ക് വയ്ക്കുന്നു, കഴ്സർ 1, എൻ്റർ. ഓക്കെ, ലെഫ്റ്റിലേക്ക് വയ്ക്കുന്നു, 1, എൻ്റർ. ടോപ്പിലേക്ക് വയ്ക്കുന്നു, 2 ആണ് അവിടെ ഡയമെൻഷൻ വരുന്നത്. സോ 2, എൻ്റർ. ഓക്കെ,
ദെൻ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു. അവിടെ വരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. സോ 3 എൻ്റർ, ടോപ്പിലേക്ക് വയ്ക്കുന്നു 2 എൻ്റർ, ലെഫ്റ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു 5 എൻ്റർ, ദെൻ നേരെ താഴേക്കാണ് വരുന്നത് 1 എൻ്റർ, ലെഫ്റ്റിലേക്ക് വരുന്നു 1 എൻ്റർ, ദെൻ നേരെ താഴേക്ക് നമുക്ക് വരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് 8 ആണ്. സോ 8 അല്ല 7 ആണ്. 7 എൻ്റർ, റൈറ്റിലേക്ക് വയ്ക്കുന്നു 1 എൻ്റർ, നേരെ താഴേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എൻഡിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ തന്നെ അവിടെ ഡയമെൻഷൻ 1 ആയിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഫിഗർ കംപ്ലീറ്റ് ആയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എവിടെയാണോ അവിടെ തന്നെ വന്ന് നിന്നിട്ടുണ്ടായിരിക്കും. എസ്കേപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് എക്സസൈസും കൂടിയാണ്. വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറയും. ഓർത്തോ മോഡ് ഓൺ ആക്കി വെച്ചിട്ട് നമ്മുടെ കഴ്സർ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് ലൈൻ വരയ്ക്കേണ്ട ആ ഡയറക്ഷനിലേക്ക് കഴ്സർ വെച്ചിട്ട് ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണ്ട ഡയമെൻഷൻസ് ടൈപ്പ് ചെയ്യുക, എൻ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. സെയിം ഫിഗർ ഞാനിവിടെ ഡയമെൻഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഒന്ന് ഈ ഒരു ഫിഗറിൽ വരുമ്പോൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് നിർത്തിയിട്ട് ആ ഒരു ഫിഗേഴ്സ് ഒന്ന് വരച്ചെടുക്കുക, ഡയമെൻഷൻസ് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഓട്ടോക്യാഡിൽ മീൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഓട്ടോക്യാഡിൽ വന്നിട്ട് വർക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി ചെയ്യാം. ലൈൻ എന്നുള്ള കമാൻഡിലേക്ക് പോകണു. ഞാൻ താഴെ നിന്നാണ് എവിടെ നിന്നാണെങ്കിലും വരച്ചു തുടങ്ങാം. ഇന്ന സൈഡിൽ നിന്ന് വരയ്ക്കാവുന്നൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ നിന്ന് വരച്ചു തുടങ്ങാം. ഞാൻ താഴെ നിന്ന് വരച്ചു തുടങ്ങണു എന്ന് മാത്രം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു. ഇഷ്ടമുള്ളത് റാൻഡായിട്ട് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു. ഡയമെൻഷൻ 3 എൻ്റർ, ടോപ്പിലേക്ക് വെച്ചു 2 എൻ്റർ. സോറി, എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 3 കൊടുത്താൽ 3 അല്ല 5 ആണ് വരുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റാൻഡായിട്ട് പോയിന്റ് കൊടുക്കുന്നു. റൈറ്റിലേക്ക് വയ്ക്കുന്നു 5 എൻ്റർ, ടോപ്പിലേക്ക് 2 എൻ്റർ, ലെഫ്റ്റിലേക്ക് 3 എൻ്റർ, ടോപ്പിലേക്ക് 2 എൻ്റർ, റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു 1 എൻ്റർ, വീണ്ടും ടോപ്പിലേക്ക് 1 എൻ്റർ, ലെഫ്റ്റ് 1 എൻ്റർ, ടോപ്പിലേക്ക് 2 എൻ്റർ, റൈറ്റ് സൈഡ് 3 എൻ്റർ, ടോപ്പിലേക്ക് 2 എൻ്റർ, ലെഫ്റ്റിലേക്ക് 5 എൻ്റർ, ദെൻ ഡൗൺ ആണ് വരുന്നത്. ഡൗൺ ഡയറക്ഷനിലേക്ക് വയ്ക്കുന്നു 1 എൻ്റർ, ലെഫ്റ്റിലേക്ക് വയ്ക്കുന്നു 1 എൻ്റർ, താഴേക്ക് 7 എൻ്റർ, ദെൻ റൈറ്റ് സൈഡിലേക്ക് തന്നെ വയ്ക്കുന്നു 1 എൻ്റർ, താഴേക്ക് വയ്ക്കുകയാണെങ്കിൽ 1 എൻ്റർ. എക്സാക്ട്ലി നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതേ പോയിന്റിലേക്ക് തന്നെ കറക്റ്റായിട്ട് വന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസാണ്. ഡയറക്റ്റ് എൻട്രി മെത്തേഡ് എന്ന് പറയും. ഓർത്തോ മോഡ് വെച്ചിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു എക്സസൈസാണ്. പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് ഓട്ടോക്യാഡ് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കമാൻഡ് ഓർത്തിരിക്കാൻ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ള ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ടെമ്പററി ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ച് ചെയ്യാനുള്ളതാണ്. ടെമ്പററി ട്രാക്കിംഗ്. ഓക്കെ, ടെമ്പററി ആയിട്ട് ഒരു പോയിന്റിനെ ട്രാക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. ലൈൻ എന്നുള്ള കമാൻഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള ഫിഗർ. ഓക്കെ, ഫിഗർ എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് 8 വരുന്നുണ്ട്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. പക്ഷേ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിൻ്റെ ലെങ്ത് അല്ല എന്നുള്ളത് അതിൻ്റെ ഹൊറിസോണ്ടൽ 2 എൻഡ് പോയിൻറ്റ്സിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 3 ആണെന്നുണ്ട്. അതേപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഇവിടെ 3 നിന്നിട്ടുണ്ട്. അത് സിമെട്രിക് ആയിട്ടുള്ള ഫിഗറാണത്. ഓക്കെ, സോ 2 ഇൻക്ലൈൻഡ് ആയിട്ടുള്ള 2 എൻഡ് പോയിൻറ്റ്സുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 3 ആണെന്നിട്ടുണ്ട്. അതേപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും 3 ആണെന്നിട്ടുണ്ട്. ദെൻ ഇത് 4 വരുന്നു. റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് 2 ആണ്. ഓക്കെ, വീണ്ടും ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരുന്നുണ്ട്. അതിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2ഉം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2 ആണ് വരുന്നത്. 2 എൻഡ് പോയിൻറ്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 2, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2. ഓക്കെ, സെയിം തന്നെ റിപ്പീറ്റേഷൻ ആണ് ഇങ്ങോട്ടും വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ ടെമ്പററി ട്രാക്കിംഗ് എന്നുള്ള മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ടെമ്പററി ട്രാക്കിംഗ് എന്താണെന്നുള്ളത് ആദ്യം പറയണം. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിളോട് പറയാം. ഓക്കെ,
ഇവിടെ ഞാനൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരുന്നു, ദെൻ ഇൻക്ലൈൻഡ് ആയ ലൈൻ വരുന്നു, ദെൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരുന്നു. അതായത് ഇവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് ഈ ഒരു വെർട്ടിക്കൽ ലൈനാണ്, സോറി വെർട്ടിക്കൽ അല്ല, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഈ ലൈനാണ്. ഓക്കെ, ഇതിൽ ഈ ടെമ്പററി ട്രാക്കിംഗ് നമുക്ക് ഇങ്ങനൊരു ലൈൻ വരയ്ക്കാൻ പറയുമ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ല. ഓക്കെ, ആ ലെങ്ത്തിന് പകരം നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും, ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും അതേപോലെ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസും, ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് വിചാരിക്കുക. ഇതിലിപ്പോൾ 6.85 എന്നും 5.44 എന്നൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര ആയിക്കോട്ടെ, ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മളിപ്പോൾ സോറി, ഇതിൽ ഫിഗറിൽ നിന്നുള്ള അതേ സെയിം ഡിസ്റ്റൻസ് എടുക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു 10 എന്നോ 5 എന്നോ എടുക്കാം. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും 5 തന്നെയാണ്, അതേപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസും 5 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ലൈൻ നിങ്ങളോട് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് എങ്ങനെ വരയ്ക്കുക? ഓക്കെ, ഒരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കണം. എനിക്ക് ഇൻക്ലൈൻ ലൈനിൻ്റെ ലെങ്ത്ത് എനിക്കറിയില്ല, അതിൻ്റെ ആംഗിൾ എത്രയാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നൊരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ ഇൻക്ലൈൻ ലൈനിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 5 ആണ്, അതേപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 5 ആണ്. ഈ ഒരു ഡീറ്റെയിൽസ് മാത്രമേ എനിക്കറിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളോട് ആ ഒരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്ന ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ്? ആദ്യത്തെ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരച്ചു. ഓക്കെ, ദെൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 5 അല്ലേ പറഞ്ഞല്ലേ, സോ 5 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ദെൻ നേരെ ടോപ്പിലേക്ക് വെച്ചു. ഓക്കെ, അവിടെ നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 5 എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തു. ഓക്കെ, ഈ താഴത്തെ ലൈനും മുകളിലത്തെ ലൈനും, അതായത് 5 ആയിട്ട് വരച്ചിട്ടുള്ള ഈ ലൈനും 5 ആയിട്ട് ടോപ്പിലേക്ക് വരച്ചിട്ടുള്ള ലൈനും, ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വരച്ചിട്ട് അത് തമ്മിലുള്ള എൻഡ് പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ എനിക്ക് വേണ്ട ഇൻക്ലൈൻ ലൈനായി. പിന്നെ ഈ 2 ലൈൻ എന്ത് ചെയ്താൽ മതി? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി, അല്ലെങ്കിൽ ഇറേസ് ചെയ്ത് കളഞ്ഞാലും മതി. നമ്മൾ മാനുവൽ വരയ്ക്കുമ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ. നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കും അവിടെ അല്ലേ. ലൈൻ എന്നുള്ള കമാൻഡിൽ പോയിട്ട് ആദ്യം 5ൻ്റെ ലൈൻ വരച്ചു, ദെൻ ടോപ്പിലേക്ക് 5ൻ്റെ ലൈൻ വരച്ചു. ആ 2 എൻഡ് പോയിൻറ്റ്സ് നമ്മൾ ജോയിൻ ചെയ്താൽ എനിക്ക് വേണ്ട ഇൻക്ലൈൻ ലൈനായി. പിന്നെ ഈ ലൈനിൻ്റെ ഈ 2 ലൈൻസും കളയാം, ആവശ്യമില്ലാത്തല്ലേ, കളയാം. ആ ലൈനെ വെച്ചിട്ട് ബാക്കിയുള്ളത് വരയ്ക്കാം അല്ലേ. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ടെമ്പററി ട്രാക്കിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ടെമ്പററി ട്രാക്കിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ലൈൻസ് വരയ്ക്കില്ല, പകരം ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഹൊറിസോണലായിട്ട് ഇവിടെ നിന്ന് ഹൊറിസോണലായിട്ട് വരുന്ന ഈ പോയിൻ്റ്, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ഇവിടെ നിന്ന് വരുന്ന ഈ പോയിൻ്റ്, ഈ കോർണറിലത്തെ ഈ പോയിൻ്റ് മാത്രം നമ്മൾ ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ടെമ്പററി ആയിട്ട് നമ്മൾ അവിടെ ഒരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പോയിൻ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയമെൻഷൻസ് കൊടുക്കും. ഓക്കെ, അതെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത്, ശ്രദ്ധിക്കുക, 5 എന്നുള്ള ആ ഡിസ്റ്റൻസിനെ വെച്ച് നമുക്ക് ചെയ്യാം. ലൈൻ എന്നുള്ള കമാൻഡിൽ പോകണം. ഓക്കെ, ബേസിക്കായിട്ട് ആദ്യത്തെ ലൈൻ ഞാൻ വരച്ചു. ആദ്യത്തെ ലൈൻ വെച്ചാൽ 5ൻ്റെ ലൈനല്ല, 5ൻ്റെ മുമ്പ് വരുന്ന ലൈൻ. ഓക്കെ, എത്ര പർട്ടിക്കുലർ ലൈനിൽ ലൈൻ വരച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കഴ്സർ അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് എയർ ഒരൽപ്പം ലെങ്ത്തിൽ വെച്ചു. ഓക്കെ, ലെങ്ത്തിൽ വെച്ചോക്കാണ്, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇത് ഞാൻ ടെമ്പററി ട്രാക്കിങ്ങിലേക്ക് ഞാൻ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈൻ എന്നുള്ള കമാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ, ശ്രദ്ധിക്കുക, ലൈൻ എന്നുള്ള കമാൻഡിൽ നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? TT, അതാണ് ടെമ്പററി ട്രാക്കിങ്ങിൻ്റെ ഷോർട്ട് കട്ട്, ടെമ്പററി ട്രാക്കിംഗ്. സോ ഷോർട്ട് കട്ട് TT എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് സ്പെസിഫൈ ടെമ്പററി ഓർ ട്രാക്കിംഗ് പോയിൻ്റ്. ആ പോയിൻ്റ് സ്പെസിഫൈ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണ് ആ പോയിൻ്റ് വേണ്ടത്? 5 ഡിസ്റ്റൻസിലല്ലേ ആ കോർണർ വരുന്നത്. സോ 5 എന്ന് എൻ്റർ ചെയ്തു. സോ 5 ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാനുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ 5 ഡിസ്റ്റൻസ് മാറിയിട്ട് അവിടെ ഒരു ഗ്രീൻ മാർക്കിൽ പ്ലസ് സിമ്പലിൽ അവിടെ ഒരു പോയിൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കഴ്സർ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട്, ഇപ്പോൾ അതായത് ക്രോസ് എയർ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഗ്രീൻ കളറിൽ അവിടെ ഒരു പോയിൻ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് ഈ പോയിൻറ്റിൻ്റെ ടോപ്പിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ എനിക്ക് കഴ്സർ കൊണ്ടുവന്ന് വയ്ക്കണം. പക്ഷേ കഴ്സർ ലൈൻ വരുന്ന രീതിയിൽ അവിടെ കഴ്സർ കൊണ്ടുവന്ന് വയ്ക്കണം. പക്ഷേ ലൈൻ അങ്ങനെ വരുമോ? ഇല്ല, ലൈൻ ഇപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണ്? ഓർത്തോ മോഡിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പിലേക്കോ ബോട്ടത്തിലേക്കോ നമ്മുടെ ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഒന്നും വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു? ഓർത്തോ മോഡ് ഓഫ് ചെയ്യണം. ഓർത്തോ മോഡ് ഓഫ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? F8 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഓർത്തോ മോഡ് ഓഫായി അല്ലേ. അപ്പോൾ നേരെ ടോപ്പിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അവിടെ എന്താ ഒരു ട്രാക്കിംഗ് ലൈൻ കാണിച്ചു തരും നമുക്ക്. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലൈനിനെ പോയിൻറ്റിനെ ബേസ് ചെയ്ത് ഒരു ട്രാക്കിംഗ് ലൈൻ കാണിച്ചു തരും. ഓക്കെ, ആ ട്രാക്കിംഗ് ലൈനിൽ കഴ്സർ വയ്ക്കുക. എന്നിട്ട് ടോപ്പിലേക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ വേണ്ടത്? 5 ആണ്. ഇതാ 5 എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രി ആണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി 5 വരുന്ന രീതിയിൽ നമുക്ക് ആ പോയിന്റിൽ നിന്ന് 5 വരുന്ന രീതിയിൽ ഉള്ള പോയിന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ഇൻക്ലൈൻ ലൈൻ കിട്ടും.
നമുക്ക് ഡയമെൻഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 5 ആണ്, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 5 തന്നെയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, ഞാൻ ഒന്നുകൂടി ചെയ്യാം, ശ്രദ്ധിക്കുക. ലൈൻ എന്നുള്ള കമാൻഡിൽ പോകണു, ബേസിക് ആയിട്ടുള്ള ലൈൻ വരച്ചു. ബേസിക് ആയിട്ടുള്ള ലൈൻ എപ്പോഴും വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി ട്രാക്കിങ്ങിലേക്ക് കയറാം, ഒന്നും കുഴപ്പമുള്ള കേസല്ല. ടി എൻ്റർ, നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ 5, ഞാൻ ഇപ്പോൾ മാറ്റി ഒരു 7 കൊടുക്കാൻ വേണമെങ്കിൽ 7 എൻ്റർ. അപ്പോൾ എന്തായി, നമ്മൾ ഓൾറെഡി വെച്ച ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 7 ഡിസ്റ്റൻസ് മാറിയിട്ട് ആ പോയിന്റിൽ, ആ 7 ഡിസ്റ്റൻസ് വരുന്നതിൽ ഒരു ടെമ്പററി ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി എൻ്റെ അടുത്ത ആവശ്യം ഇതിൻ്റെ ടോപ്പിലോ അല്ലെങ്കിൽ ബോട്ടത്തിലോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻ ലൈൻ ഡൗണിലേക്ക് വരും, ടോപ്പിലാണ് വയ്ക്കുകയാണെങ്കിൽ ഇൻക്ലൈൻ ലൈൻ ടോപ്പിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അവിടേക്കോ കഴ്സർ കൊണ്ടുവന്ന് വെക്കണം. ആ കഴ്സർ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ആ കഴ്സർ ടോപ്പിലോ അല്ലെങ്കിൽ ബോട്ടത്തിലേക്ക് കൊണ്ടുവരാൻ. ഓക്കെ, അങ്ങനെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമുക്കൊരു ട്രാക്കിംഗ് ലൈൻ കിട്ടും. ഗ്രീൻ കളറിലാണ് ട്രാക്കിംഗ് ലൈൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് 7 ആണെങ്കിൽ 7, 6 ആണെങ്കിൽ 6, 5 ആണെങ്കിൽ 5, എത്രയാണോ നിങ്ങൾക്ക് വേണ്ട ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഇൻക്ലൈൻ ലൈൻ അവിടെ കിട്ടും. ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ടോപ്പിൽ ബോട്ടത്തിൽ കൊണ്ടുവന്ന് വയ്ക്കാണ്ട് അറിയാണ്ട് നിങ്ങൾ ആ പോയിന്റുമ്പോൾ മുകളിൽ കൊണ്ടുപോയി കഴ്സർ കൊണ്ടുപോയി ടച്ച് ചെയ്യാണ്. ഭാഗ്യത്തിന് ആ പോയിന്റ് അവിടെ നിന്ന് പോയി കിട്ടും. പോയിന്റ് അവിടെ നിന്ന് പോയി. ഓക്കെ, ഇനി നമുക്ക് ആ ടെമ്പററി ട്രാക്കിംഗ് എന്നുള്ളത് നമ്മൾ വീണ്ടും ആദ്യം ചെയ്യേണ്ടി വരും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ആ പോയിന്റുമ്പോൾ കൊണ്ടുപോയി ടച്ച് ചെയ്യിക്കരുത്. ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺസ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് അവിടെ നിന്ന് പോകും, കഴ്സർ കൊണ്ടുപോയി ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, വീണ്ടും ഒന്നുകൂടി ചെയ്യുക. ഓർത്തോ മോഡ് ഓൺ ആക്കി വയ്ക്കുക, ടി എൻ്റർ, ഓർത്തോ മോഡ് 7 എൻ്റർ, പോയിന്റ് അവിടെ വന്നു. ഓക്കെ, ദെൻ ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വെച്ചു, ടോപ്പിലേക്കോ ബോട്ടത്തിലേക്കോ കൊണ്ടുവന്ന് വയ്ക്കുക. നമുക്ക് വേണ്ട ഡയമെൻഷൻ എത്രയാണോ ആ ഡയമെൻഷൻ ടൈപ്പ് കൊടുത്താൽ വരും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അറിയാതെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ടച്ച് ചെയ്താൽ ആ പോയിന്റ് പോവും. അതേപോലെ തന്നെ സൂം ഇന്നും സൂം ഔട്ട് ചെയ്താലും ആ പോയിന്റ് അവിടെ നിന്ന് പോവും. ക്ലിയർ? സൂം ഇന്നും സൂം ഔട്ട് ചെയ്താലും ആ പോയിന്റ് അവിടെ നിന്ന് പോവും. അതേപോലെ തന്നെ ആ പോയിന്റുമ്പോൾ കൊണ്ടുപോയി കഴ്സർ ടച്ച് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ക്രോസ് ഹെയർ ടച്ച് ചെയ്യുകയാണെങ്കിലും ആ പോയിന്റ് അവിടെ നിന്ന് പോവും. ഓക്കെ, അപ്പോൾ അത് രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പോയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. വീണ്ടും നമ്മൾ ആ കമാൻഡ് വീണ്ടും നമ്മൾ ചെയ്യും. ഓക്കെ, ടി എൻ്റർ 7 എൻ്റർ, പോയിന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓർത്തോ മോഡ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു, ടോപ്പിലേക്ക് വെച്ചു. എനിക്ക് വേണ്ട ഡിസ്റ്റൻസ് 5 ആണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വേണ്ട ഇൻക്ലൈൻ ലൈൻ ക്രിയേറ്റ് ആയി. ഇതാണ് ടെമ്പററി ട്രാക്കിംഗ്. ഓക്കെ, അപ്പോൾ ഈ ടെമ്പററി ട്രാക്കിംഗ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള എക്സസൈസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ്. ലൈൻ എന്നുള്ള ഒറ്റ കമാൻഡ് മാത്രമേ ഉള്ളൂ, വേറെ എക്സ്ട്രാ കമാൻഡ്സുകളൊന്നും നമ്മൾ വെച്ചിട്ടില്ല. പക്ഷേ അതിൽ ലൈനിൽ തന്നെ ടെമ്പററി ട്രാക്കിംഗ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ഫിഗർ ഒരു ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ മറ്റോ വരച്ചെടുക്കുക. കാരണം ഇത് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ഇതിലേക്ക് വരാതെ ഒന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഓട്ടോകാഡിലേക്ക് വന്നു, ലൈൻ എന്നുള്ള കമാൻഡിൽ പോകണം. ഫസ്റ്റ് പോയിന്റ് റാൻഡായിട്ടുള്ള പോയിന്റ് നമ്മൾ സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്യണം. ഓർത്തോ മോഡ് ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ കാരണം ഞാൻ വരയ്ക്കാൻ പോകുന്നത് പക്ക ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനാണ്. സോ ഓർത്തോ മോഡ് ഓൺ ആക്കി വെച്ചു, 8. ഓക്കെ, 8 ടൈപ്പ് ചെയ്തു. ദെൻ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ട ഇനി നെക്സ്റ്റ് വേണ്ടത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 3ഉം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 3 ആയിട്ടുള്ള ഒരു ഇൻക്ലൈൻ ലൈനാണ്. സോ അതിന് വേണ്ടിയിട്ട് ടി എൻ്റർ 3 എൻ്റർ. അപ്പോൾ അവിടെ ഒരു ലൈൻ വന്നു, അവിടെ ഒരു പോയിന്റ് വന്നു. ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വെച്ചു, നേരെ ആ പോയിന്റിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് വേണ്ട ഡിസ്റ്റൻസ് 3 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഇൻക്ലൈൻ ലൈൻ അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, വീണ്ടും ഞാൻ ഓർത്തോ മോഡ് ഓൺ ആക്കി വയ്ക്കുകയാണ്. F8 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് ടോപ്പിലേക്ക് 4 എൻ്റർ, റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു, 2 എൻ്റർ. വീണ്ടും എനിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കണം. വീണ്ടും ഞാൻ ടെമ്പററി ട്രാക്കിംഗ് യൂസ് ചെയ്യാണ്. ടി എൻ്റർ 2 എൻ്റർ, ടെമ്പററി ആയിട്ടുള്ള പോയിന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വെച്ചു, നേരെ ടോപ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നു. ആ ട്രാക്കിംഗ് ലൈൻ കണ്ടു, 2 എൻ്റർ. അപ്പോൾ എനിക്ക് വേണ്ടി ഇൻക്ലൈൻ ലൈൻ അവിടെ കിട്ടി. ഓക്കെ, വീണ്ടും ഞാൻ ഓർത്തോ മോഡ് ഓൺ ആക്കി വെച്ചിട്ട് ടോപ്പിലേക്ക് കഴ്സർ വെച്ചിട്ട് ടി എൻ്റർ 2 എൻ്റർ. ഓക്കെ, ടെമ്പററി പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വെച്ചു. സൈഡിലേക്ക്
ഹൊറിസോണ്ടലായിട്ടുള്ള ഇതിലേക്ക് ഞാൻ കഴ്സർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ട്രാക്കിംഗ് ലൈൻ കിട്ടി. 2 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ട ഇൻക്ലൈൻ ലൈൻ, അടുത്ത ഇൻക്ലൈൻ ലൈൻ കിട്ടി. ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വെച്ചു. 2 എൻ്റർ, ടോപ്പിലേക്ക് വെച്ചു. 4 എൻ്റർ, ടോപ്പിലേക്ക് വയ്ക്കുന്നു. TT എൻ്റർ, 3 എൻ്റർ. ഓക്കെ, ഓർത്തോ മോഡ് ഓഫ് ചെയ്ത് വയ്ക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് വയ്ക്കുക, 3 എൻ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ലൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓർത്തോ മോഡ് ഓഫ് ചെയ്യാണ്, ഓൺ ചെയ്യാണ്. 8 എൻ്റർ, നേരെ താഴേക്ക് വരികയാണെങ്കിൽ അതോടെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡയമെൻഷൻ എത്രയാണ് ഡയമെൻഷൻ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. നോക്കൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വേണ്ട ആ ഒരു ഡ്രോയിങ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു യൂസിങ് ടെമ്പററി ട്രാക്കിംഗ്. ടെമ്പററി ട്രാക്കിംഗ് വെച്ചിട്ട് നമ്മളത് യൂസ് ചെയ്യാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാനൊന്നുകൂടി വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. സെയിം എക്സസൈസ്, സെയിം ഡയമെൻഷൻസ് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടി പറയാണ്. ഫസ്റ്റ് പോയിന്റ് പിക്ക് ചെയ്യുന്നു, ഓർത്തോ മോഡ് ഓൺ ആണ്, റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു. 8 എന്നുള്ള ഡയമെൻഷൻ നമ്മൾ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, വീണ്ടും ഓർത്തോ മോഡ് നമ്മൾ ഓഫ് ചെയ്യുന്നില്ല, അതായത് ഓർത്തോ മോഡ് ഓൺ ആക്കി വെച്ച് നോക്കിയാണ്. ഓക്കെ, അതേ കമാൻഡിൽ നിന്നിട്ട് TT എൻ്റർ, 3 എൻ്റർ. ടെമ്പററി ആയിട്ടുള്ള പോയിൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു, ഓർത്തോ മോഡ് ഓഫ് ചെയ്തു, ടോപ്പിലേക്ക് കഴ്സർ വെച്ചു, 3 എൻ്റർ. ഓക്കെ, വീണ്ടും നമ്മൾ ഓർത്തോ മോഡ് ഓൺ ചെയ്യാണ്, ടോപ്പിലേക്ക് കഴ്സർ വയ്ക്കുന്നു, 4 എൻ്റർ, ഡയമെൻഷൻ ടൈപ്പ് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് വയ്ക്കുന്നു, 2 എൻ്റർ. ഓക്കെ, ടെമ്പററി ട്രാക്കിങ്ങിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് TT എൻ്റർ, 2 എൻ്റർ. ടെമ്പററി ആയിട്ടുള്ള പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ഓർത്തോ മോഡ് ഓഫ് ചെയ്യുന്നു, ടോപ്പിലേക്ക് കഴ്സർ വയ്ക്കുന്നു, 2 എൻ്റർ. ഇൻക്ലൈൻ ലൈൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഞാൻ ഓർത്തോ മോഡ് ഓൺ ആക്കി വയ്ക്കുകയാണ്, F8 പ്രസ് ചെയ്തിട്ട് വീണ്ടും TT എൻ്റർ, 2 എൻ്റർ, ഓർത്തോ മോഡ് ഓഫ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക, ട്രാക്കിംഗ് ലൈൻ കണ്ടു, 2 എൻ്റർ പറയുന്നു, ഓർത്തോ മോഡ് ഓൺ ആക്കി വയ്ക്കുന്നു, 2 എൻ്റർ, ടോപ്പിലേക്ക് 4 എൻ്റർ, ടോപ്പിലേക്ക് തന്നെ വീണ്ടും കഴ്സർ വയ്ക്കുന്നു, TT എൻ്റർ, 3 എൻ്റർ. പോയിൻ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു, ലെഫ്റ്റ് സൈഡിലേക്ക് കഴ്സർ വയ്ക്കുന്നു, 3 എൻ്റർ, ഓർത്തോ മോഡ് ഓൺ ആക്കി വയ്ക്കുക, ലെഫ്റ്റിലേക്ക് 8 എൻ്റർ, ദെൻ നേരെ താഴേക്ക് കൊണ്ടുവന്ന് ആ പോയിൻ്റ് കൊണ്ട് ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, എക്സാക്ട്ലി കറക്റ്റായിട്ട് ആ പോയിൻ്റിൽ തന്നെ വന്നിക്കും. നമ്മൾ കൊടുത്തുള്ള ഡയമെൻഷൻസും കൊടുത്തുള്ള ഡയറക്ഷൻസും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ വന്ന് നമ്മുടെ കഴ്സർ നിൽക്കും. അല്ലാത്ത പക്ഷം അത് മാറി, പോയിന്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ടുള്ള എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുള്ള ഡയറക്ഷൻ മാറിപ്പോവാണെങ്കിൽ കറക്റ്റ് ആ ട്രാക്കിംഗ് ലൈനിലല്ലാണ്ട് മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർത്തോ മോഡ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും മറക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വേരിയേഷൻസ് വരാം. ഓക്കെ, അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, കാരണം സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ എത്തിപ്പെടാണ്ട് വരാം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. 2 എക്സസൈസ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ്, ലൈൻ എന്നുള്ള കമാൻഡ്സ് വെച്ചിട്ടുള്ള 2 എക്സസൈസുകളാണ്. വളരെ സിമ്പിളുള്ളതാണ്. നിങ്ങൾക്കത് സോഫ്റ്റ്വെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ
ഓക്കെ, നമുക്ക് നോക്കാനുള്ള കമാൻഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാതെ പോയ കമാൻഡാണ്. ട്രിം എന്നുള്ള കമാൻഡ് പറഞ്ഞിരുന്നു, പക്ഷേ അതിൽ എക്സ്റ്റെൻഡ് എന്നുള്ള കമാൻഡ് പറഞ്ഞിരുന്നില്ല. എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, അത് ട്രിം പോലെ തന്നെയുള്ളതാണ്, സെയിം തന്നെയാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ വരച്ചു വന്നപ്പോൾ ശരിക്കും ഈ ലൈൻ വരെ, സെക്കൻഡ് ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കേണ്ട ഒരു ലൈനായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടം വരെ വന്ന് നിന്നു, അല്ലെങ്കിൽ നമ്മളെന്തോ വരച്ചു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയി. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു. ഓക്കെ, ഞാൻ മുമ്പ് ഗ്രിപ്പ് പോയിൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എൻഡ് പോയിന്റിൽ പിടിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ നീളം കൂട്ടി വയ്ക്കാം. ഓക്കെ, അതൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, പക്ഷേ എപ്പോഴും നമുക്കത് ശരിയാവണം എന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് പോയിന്റിലേക്ക് വന്ന് നിൽക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. ട്രിം എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത പോലെ തന്നെ EX എന്നുള്ളതാണ് ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ ട്രിം എന്നുള്ള കമാൻഡ് തൊട്ട് റൈസിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ എക്സ്റ്റെൻഡ് എന്നുള്ള കമാൻഡിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് എന്നുള്ള കമാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ലൈനിലേക്കാണോ നമുക്ക് വന്ന് ടച്ച് ചെയ്യേണ്ടത്, ഏത് ലൈനിലേക്കാണോ വന്ന് ടച്ച് ചെയ്യേണ്ടത്, ആ ഒരു ലൈൻ സെലക്ട് ചെയ്യുക. ഓക്കെ, എൻ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഏത് ലൈനാണോ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ആ ലൈനിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ആ ഒരു പോയിൻ്റ് വന്ന് നിൽക്കും. ഓക്കെ, ആ ഒരു ലൈൻ അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് നിൽക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ലൈൻ എന്നുള്ള കമാൻഡിലേക്ക് നമ്മൾ വരുന്നു. ഓക്കെ, വീണ്ടും നമ്മൾ ലൈൻസ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ EX ഡബിൾ എൻ്റർ, നമ്മൾ ട്രിമ്മിലും ചെയ്തിരുന്നു ഡബിൾ എൻ്റർ എന്നുള്ള ഓപ്ഷൻ. അത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മളവിടെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കേണ്ട. ഏത് ലൈനാണോ പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ ലൈൻസ് ഉണ്ടോ ആ ലൈൻസുകളൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളവിടെ ട്രിമ്മിൽ ചെയ്ത പോലെ TR ഡബിൾ എൻ്റർ കൊടുത്ത പോലെ EX ഡബിൾ എൻ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് ആണ്. അതുമല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഏതൊക്കെ ലൈൻസ് ഉണ്ടോ ആ ലൈൻസുകളൊക്കെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട്, മീൻസ് ഓക്കെ, ഞാനിങ്ങനെ കുറച്ച് ലൈൻസ് വരയ്ക്കുകയാണ്. ലൈൻസ് വരച്ചിട്ട് മൊത്തം സെലക്ട് ചെയ്തു. എന്നിട്ട് EX എന്നുള്ള കമാൻഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളതെല്ലാതും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതും നമ്മൾ ട്രിമ്മിൽ കണ്ട പോലെ തന്നെ, എക്സാക്റ്റ് ട്രിമ്മിൻ്റെ പോലെ തന്നെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ്, അവിടെ കട്ട് ചെയ്ത് പോവാണ്, മറ്റുള്ള ലൈനെ ബേസ് ചെയ്താണ് മാത്രം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു കമാൻഡ് എന്ന് പറയുന്നത്, ഓക്കെ, വളരെ പലപ്പോഴും ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു കമാൻഡാണ്. ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു ലൈൻ ഉള്ള കമാൻഡ് വെച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോഴും, അതുപോലെ റെക്റ്റാങ്കിൾ എന്നുള്ള കമാൻഡ് വെച്ചിട്ട് ലൈൻ എന്നുള്ള കമാൻഡ് വെച്ചിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതും, അതുപോലെ റെക്റ്റാങ്കിൾ എന്നുള്ള കമാൻഡ് വെച്ചിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് സിംഗിൾ സെലക്ഷൻ ആയിരിക്കും. ഇത് ഇൻഡിവിജ്വൽ ഓരോ ലൈൻസ് ഓരോ സെലക്ഷനായി. ഓക്കെ, അതിന് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ചിലപ്പോൾ പക്ഷേ ചില കണ്ടീഷനിൽ നമുക്ക് ഇതിപ്പോൾ റെക്റ്റാങ്കിൾ എന്നുള്ള കമാൻഡ് വെച്ച് വരച്ചിട്ടുള്ളതാണ്, ഇതിന് എനിക്ക് സിംഗിൾ സെലക്ഷൻ പോലെ ഓരോ ലൈൻസ് സെപ്പറേറ്റ് ലൈൻസ് ആക്കിയിട്ട് എടുത്താൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പോളിഗൺ വരയ്ക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോളിഗൺ വരയ്ക്കുകയാണെങ്കിൽ ഞാനൊരു പെൻറ്റഗൺ വരയ്ക്കാം. ഇൻസ്ക്രൈബ്ഡ് എന്നുള്ള മെത്തേഡ് വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇവിടെ സെലക്ട് ചെയ്ത് ചെയ്യുന്നുണ്ടാവും, സിംഗിൾ സെലക്ഷനാണ്, മൊത്തത്തിൽ സെലക്ട് ആവും. ഓക്കെ, അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ലൈൻ മാത്രമായിട്ട് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ഒരു ലൈനെ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്കിവിടെ ഒരു കമാൻഡ് ഉണ്ട്. കമാൻഡിൻ്റെ പേര് എക്സ്പ്ലോയിഡ് എന്നുള്ള കമാൻഡാണ്. എക്സ്പ്ലോയ് ചെയ്യുക. ഓക്കെ, ഈ കാണുന്നതാണ് എക്സ്പ്ലോയിഡ് എന്നുള്ള കമാൻഡ്. ഓക്കെ, എക്സ്പ്ലോയിഡ് എന്നുള്ള കമാൻഡ് ഷോർട്ട് കട്ട് EXP, EXP L കൊടുക്കുന്നത് വരുന്നത് കേട്ടോ. ഓക്കെ, കമാൻഡ് ഇങ്ങനെയാണ്. കമാൻഡ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, എക്സ്പ്ലോർ എന്നുള്ള കമാൻഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമാൻഡിൽ കയറിയിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നോക്കുക, ഇപ്പോൾ നിങ്ങൾ സെലക്ഷൻ എന്തായി മാറി, സിംഗിൾ സെലക്ഷനായി മാറി. സിംഗിൾ സെലക്ഷൻ അല്ല, ഓരോന്നും സെപ്പറേറ്റ് സെലക്ഷനായി മാറി. ഓക്കെ, വീണ്ടും ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണു, എക്സ്പ്ലോർ എന്നുള്ള കമാൻഡിലേക്ക് വരും, ഓരോന്നും സെപ്പറേറ്റായി കയറിയിട്ടുണ്ടാവും. ഓക്കെ, പലപ്പോഴും നമുക്ക് ഇനി വരുന്ന വർക്കിലോ മറ്റെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാൻ കാരണം. ഓക്കെ,
ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നീട് വരുന്നൊരു കമാൻഡ് എന്ന് പറയുന്നത് സ്കെയിൽ എന്ന് പറഞ്ഞൊരു കമാൻഡാണ്. ഓക്കെ, സ്കെയിൽ എന്ന് പറഞ്ഞ കമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഷേപ്പ് ഓക്കെ ഞാനൊരു ഷേപ്പ് വരച്ചു. ശരിക്കും ഈ സർക്കിളിൽ ലെങ്ത് ഒരല്പം കൂടുതൽ വേണമായിരുന്നു. ഇത് വളരെ ചെറുതായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ നിങ്ങൾക്ക് റേഡിയസ് അങ്ങനെ മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ സർക്കിൾ മാത്രമല്ല വേറെ എന്തെങ്കിലും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ലൈനും കൂടി വരയ്ക്കുകയാണ്, ഒരു ക്രോസ് പോലെ ലൈനും കൂടി വരയ്ക്കുകയാണ്. ഓക്കെ, സർക്കിളിൻ്റെ ലെങ്ത് മാറ്റി നിങ്ങൾക്ക് വെറുതെ സെലക്ട് ചെയ്ത് റേഡിയസ് മാറ്റിയാൽ മതി. ഈ ഒരു സർക്കിളിൻ്റെ മാത്രം ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പം കൂട്ടണം എന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്തിട്ട് ഈ കാണുന്നതാണ് സ്കെയിൽ എന്നുള്ള കമാൻഡ്. SC എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് കട്ട്, SC. ഓക്കെ, സ്കെയിൽ എന്നുള്ള കമാൻഡിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, ഒരു ബേസ് പോയിൻ്റ് ചോദിക്കുക, ഏതെങ്കിലും ഒരു പോയിൻ്റ് ബേസ് ചെയ്യേക്ക് നമ്മൾ സ്കെയിൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ പോയിന്റിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മാത്രം സൈസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും ഡ്രാഗ് ചെയ്യുമ്പോൾ. ഓക്കെ, ശരിക്കും നമ്മളോട് ചോദിക്കുന്നത് സ്കെയിൽ ഫാക്ടർ എത്രയാണെങ്കിൽ അത് കൊടുക്കാനാണ് പറയുന്നത്. സ്കെയിൽ ഫാക്ടർ ഇപ്പോൾ 1 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഫാക്ടർ ഞാൻ വാല്യൂ ആയിട്ട് കൊടുക്കുന്നത് 1 തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, നേരത്തെ ഉണ്ടാകുന്ന അതേ ഡയമെൻഷനിൽ നമ്മൾ നിൽക്കും. ഇൻ കേസ് ഞാനൊരു 1.2 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി, അതായത് അതിൻ്റെ സൈസ് കൂടും. ഓക്കെ, മറിച്ച് 1ൽ താഴേക്ക് വരാമെന്ന് വിചാരിക്കുക. സ്കെയിൽ എന്നുള്ള കമാൻഡിൽ പോയി ഞാൻ ആ ബേസ് പോയിൻ്റ് കൊടുത്തു, ഒരു 0.5 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താവും, നേരെ പകുതിയായിട്ട് ചെറുതാവും. ഓക്കെ, അത്രയും പെർസെൻറ്റേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു 50% കുറയുക, 1.2 കൊടുക്കുകയാണെങ്കിൽ 120% കൂടുക, അങ്ങനെയൊക്കെ അതിൻ്റെ ഡയമെൻഷനിൽ വേരിയേഷൻ വരിക. ഓക്കെ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇൻ കേസ് നമ്മൾ വരച്ചെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പോർഷൻ ചെറുതായിട്ടുണ്ടെങ്കിൽ സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എപ്പോഴും സെയിം ഒരു ഇമേജ് നമുക്ക് പല ഒരു വലിയൊരു ഫിഗറിൽ സെയിം ഒരു പോർഷൻ, അതായത് വേറെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോറിൻ്റെ ഒക്കെ പോർഷനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വിൻഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൽ പല സൈഡുകളിൽ വരുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഡോറിൻ്റെ വലിപ്പം ചേഞ്ച് ആവുന്നുണ്ട്. നമ്മൾ വരച്ച സെയിം ഡോർ തന്നെ മതി, പക്ഷെ അത് ആ ഒരു പൊസിഷനിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ സൈസ് ചിലപ്പം കൂടുതലായിട്ട് വെക്കണം. അപ്പം അങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, സ്കെയിൽ ചെയ്തിട്ട് രണ്ടാമത് വരയ്ക്കാൻ നിൽക്കില്ല, സെയിം ഡോർ എടുത്ത് കൊണ്ട് നിൽക്കുന്നു, സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വലിപ്പം ചേഞ്ച് ചെയ്ത് വയ്ക്കുന്നു, വലിപ്പത്തിൽ ചേഞ്ചസ് വരുത്തും. ഓക്കെ, അതിനാണ് നമ്മൾ സ്കെയിൽ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒന്ന് മെയിനായിട്ട് കവർ ചെയ്തിട്ടുള്ളത് 2 എക്സസൈസുകളാണ്. ഓക്കെ, 2 എക്സസൈസ്, ഒന്ന് ഡയറക്റ്റ് എൻട്രി മെത്തേഡ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സസൈസ്, ദെൻ ടെമ്പററി ട്രാക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ലൈൻ എന്നുള്ള കമാൻഡിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു എക്സസൈസ്. അങ്ങനെ 2 എക്സസൈസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ 1-2 കുറച്ച് കമാൻഡ്സുകൾ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു വയ്ക്കുക, നമുക്ക് അതിനനുസരിച്ചുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.